നമസ്കാരം. തിളങ്ങുന്ന ചർമ്മത്തിനായുള്ള ഒരു ഗംഭീര നാടകം സങ്കൽപ്പിച്ചു നോക്കൂ. ഇതിലെ പ്രധാന സ്റ്റേജ്, എല്ലാവരും കാണുന്ന ആ തിളക്കമുള്ള സ്റ്റേജ്, അതാണ് നിങ്ങളുടെ ചർമ്മം. പക്ഷേ ഈ നാടകത്തിന്റെ യഥാർത്ഥ വിജയം എവിടെയാണെന്നറിയാമോ? ആരും കാണാത്ത തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള ബാക്ക് സ്റ്റേജിലാണ്. നമ്മുടെ ശരീരത്തിലെ ആ ബാക്ക് സ്റ്റേജാണ് കുടൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുടലിന്റെ ആരോഗ്യവും ചർമ്മസൗന്ദര്യവും തമ്മിലുള്ള ഈ രഹസ്യബന്ധത്തെക്കുറിച്ചാണ്. മുഖക്കുരുവും പാടുകളുമൊക്കെ മാറ്റാൻ നിങ്ങൾ ഒരുപാട് ക്രീമുകളും ലോഷനുകളുമൊക്കെ ഉപയോഗിച്ച് മടുത്തിരിക്കുകയാണോ? എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും കാണുന്നില്ലേ? അപ്പോൾ ഒരുപക്ഷെ നമ്മൾ നോക്കേണ്ടത് കണ്ണാടിയിലായിരിക്കില്ല, നമ്മുടെ ഉള്ളിലേക്കായിരിക്കും. യഥാർത്ഥ കാരണം നിങ്ങളുടെ മുഖത്തല്ല, കുടലിലാണെങ്കിലോ? ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. നമ്മുടെ യാത്രയിൽ നമ്മൾ 5 പ്രധാന സ്റ്റോപ്പുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം ചർമ്മത്തിന്റെ ഈ രഹസ്യ പങ്കാളിയെ നമ്മൾ പരിചയപ്പെടും. പിന്നെ നമ്മുടെ കുടലിനകത്തുള്ള കോടിക്കണക്കിന് വരുന്ന സൂക്ഷ്മാണുക്കളുടെ ലോകത്തേക്ക് ഒന്നെത്തി നോക്കും. ഈ ആശയവിനിമയത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്തു സംഭവിക്കുമെന്ന് മനസ്സിലാക്കും. അത് ശരിയാക്കാൻ എന്തു ചെയ്യാൻ പറ്റുമെന്നും നോക്കും. അവസാനം ഉള്ളിൽ നിന്ന് എങ്ങനെ ചർമ്മത്തെ സംരക്ഷിക്കാമെന്നും ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാം, അല്ലേ? നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഈ ബന്ധത്തിന്റെ ചരിത്രമാണ്. കേൾക്കുമ്പോഴിതൊരു പുതിയ കണ്ടുപിടുത്തമാണെന്ന് തോന്നാം, അല്ലേ? പക്ഷെ സത്യത്തിൽ നമ്മുടെ ദഹന വ്യവസ്ഥയും ചർമ്മവും തമ്മിലൊരു കണക്ഷനുണ്ടെന്ന ആശയം 1 നൂറ്റാണ്ടോളം പഴക്കമുള്ളതാണ്. നോക്കൂ, 1930-ൽ തന്നെ ഡോക്ടർമാർക്കൊരു സംശയമുണ്ടായിരുന്നു. കുടലിൽ എന്തോ പ്രശ്നമുണ്ടെങ്കിൽ അത് മുഖത്ത് കാണുമെന്ന്. പക്ഷേ അന്നത് തെളിയിക്കാൻ വഴികളുണ്ടായിരുന്നില്ല. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് പുതിയ ടെക്നോളജിയൊക്കെ വന്നപ്പോഴാണ് കുടലിനകത്തേക്ക് സൂക്ഷിച്ചു നോക്കാനും ഈ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചത്. ഒരു പഴയ നാടകത്തിന് പുതിയ സാങ്കേതിക വിദ്യകൾ വെച്ച് ജീവൻ കൊടുക്കുന്നതുപോലെ. ശരി, ഇനി നമുക്ക് നേരെ നമ്മുടെ നാടകത്തിന്റെ ബാക്ക് സ്റ്റേജിലേക്ക്, അതായത് കുടലിലേക്ക് പോകാം. അവിടെയാണ് യഥാർത്ഥ അണിയറ പ്രവർത്തകരുള്ളത്. 1-2 പേരല്ല, കോടാനുകോടി സൂക്ഷ്മാണുക്കൾ. ഈ അണിയറ പ്രവർത്തകരുടെ കൂട്ടത്തെയാണ് നമ്മൾ ഗട്ട് മൈക്രോബയോം എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ കുടലിനകത്ത് ഒരു വലിയ ലോകം തന്നെയുണ്ട്. ഇവർ വെറുതെ ഇരിക്കുകയല്ല. നമ്മുടെ ദഹനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഈ ടീമിന്റെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഗട്ട് സ്കിൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ബാക്ക് സ്റ്റേജും പ്രധാന സ്റ്റേജും തമ്മിലുള്ള ഒരു ഹൈടെക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പോലെയാണ്. ഒരു 2-വേ ഹൈവേ ആണെന്ന് കൂട്ടിക്കൊള്ളൂ. കുടലിൽ എന്ത് നടന്നാലും അതിന്റെ സിഗ്നൽ ചർമ്മത്തിലെത്തും, അതുപോലെ തിരിച്ചും. ഇവർ തമ്മിൽ ഒരു നിരന്തര സംഭാഷണത്തിലാണ്. പക്ഷേ ഈ ബാക്ക് സ്റ്റേജ് ടീമിന്റെ താളം തെറ്റിയാലോ? നല്ല പ്രവർത്തകരൊക്കെ ലീവെടുത്ത് പകരം കുഴപ്പക്കാരായ കുറേ പേര് കയറിപ്പറ്റിയാൽ എന്ത് സംഭവിക്കും? ആ അവസ്ഥയെയാണ് നമ്മൾ ഡിസ്ബയോസിസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ബാലൻസ് തെറ്റുമ്പോഴാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നമ്മുടെ ഓരോ ശീലങ്ങളും ഈ ബാക്ക് സ്റ്റേജ് ടീമിനെ സ്വാധീനിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആവശ്യമില്ലാതെ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ, ടെൻഷൻ അടിക്കുന്നത്, ഇതൊക്കെ അണിയറയിലെ പ്രവർത്തകരുടെ പ്രകടനത്തെ നേരിട്ട് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ബാക്ക് സ്റ്റേജിലെ പ്രശ്നങ്ങൾ കാരണം സ്റ്റേജുമായുള്ള ആശയവിനിമയം തകരാറിലായാൽ എന്ത് സംഭവിക്കും? ചർമ്മത്തിൽ ഇതിന്റെ പ്രതിഫലനം എങ്ങനെയായിരിക്കും? നമുക്ക് നോക്കാം. ഒന്നാലോചിച്ച് നോക്കൂ. കുടലിലെ നല്ല സൂക്ഷ്മാണുക്കൾ നമ്മുടെ ചർമ്മത്തിലേക്ക് നല്ല ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കും. എല്ലാം ഓക്കെയാണ്, നന്നായിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഡിസ്ബയോസിസ് ഉണ്ടാവുമ്പോൾ ഈ മെസ്സേജുകൾക്ക് പകരം വരുന്നത് തെറ്റായ സന്ദേശങ്ങളോ അല്ലെങ്കിൽ സ്റ്റാറ്റിക് നോയ്സോ ആയിരിക്കും. ഇത് ചർമ്മത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും പല പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. ഇവിടെ നോക്കൂ. സോറിയാസിസ്, എക്സീമ, മുഖക്കുരു പോലുള്ള നമുക്ക് പരിചിതമായ പല ചർമ്മരോഗങ്ങളും കുടലിനകത്ത് ചില പ്രത്യേക പ്രശ്നങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അതായത് ബാക്ക് സ്റ്റേജിലെ ഓരോ പിഴവും സ്റ്റേജിൽ കൃത്യമായി പ്രതിഫലിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണിതൊക്കെ. ശരി, അപ്പോൾ ഈ തകരാറിലായ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെ ശരിയാക്കാം? സ്റ്റേജും ബാക്ക് സ്റ്റേജും തമ്മിലുള്ള ബന്ധം വീണ്ടെടുക്കാൻ ശാസ്ത്രലോകം എന്തൊക്കെ വഴികളാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. ഇവിടെ നമുക്ക് 2 പ്രധാന ഹീറോകളുണ്ട്: പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് സ്റ്റേജ് ടീമിലേക്ക് പുതിയതും കഴിവുള്ളതുമായ കുറച്ച് അംഗങ്ങളെ ചേർക്കുന്നതുപോലെയാണ്. എന്നാൽ പ്രീബയോട്ടിക്സ് ആകട്ടെ നിലവിലുള്ള നമ്മുടെ നല്ല പ്രവർത്തകർക്ക് നന്നായി ജോലി ചെയ്യാനുള്ള ഊർജ്ജം നൽകുന്ന ഭക്ഷണം പോലെയും. രണ്ടും വളരെ പ്രധാനമാണ്. ഇനി ചില ഗുരുതരമായ അവസ്ഥകളിൽ ഇതുകൊണ്ടൊന്നും ചിലപ്പോൾ പ്രയോജനം ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റേഷൻ. കേൾക്കുമ്പോൾ കുറച്ച് പ്രയാസമായി തോന്നാം, പക്ഷേ സംഭവം സിമ്പിളാണ്. ഇത് നമ്മുടെ ബാക്ക് സ്റ്റേജിലെ പഴയ ടീമിനെ മുഴുവനായി പിരിച്ചുവിട്ട് ആരോഗ്യമുള്ള പുതിയൊരു സൂപ്പർ ടീമിനെ നിയമിക്കുന്നതുപോലെയാണ്. ഇത് കുടലിലെ ആവാസവ്യവസ്ഥയെ പൂർണ്ണമായി റീസെറ്റ് ചെയ്യാൻ സഹായിക്കും. നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്.
ഈ പുതിയ അറിവുകൾ ചർമ്മസംരക്ഷണ രംഗത്ത് എത്ര വലിയൊരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഉദ്ധരണിയിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതായത് ചർമ്മസംരക്ഷണത്തിന്റെ നിയമങ്ങൾ മാറുകയാണ്. പുറമേ ക്രീം പുരട്ടുന്നത് മാത്രം പോരാ, ചർമ്മത്തിന്റെ ആരോഗ്യം തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്, കുടലിന്റെ ആരോഗ്യത്തിൽ നിന്നാണെന്ന വലിയ സത്യമാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിങ്ങളുടെ ചർമ്മമാകുന്ന സ്റ്റേജിലെ പ്രകടനം ഗംഭീരമാകണമെങ്കിൽ കുടൽ എന്ന ബാക്ക് സ്റ്റേജിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിരിക്കണം. പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന ഒരടിസ്ഥാന കാര്യമാണത്. ഈയൊരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. ചർമ്മപ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുമ്പോൾ അതിന്റെ ഭാവി ഒരു ഗുളികയിലാണോ ഒതുങ്ങാൻ പോകുന്നത്, അതോ നമ്മുടെ ഭക്ഷണപാത്രത്തിലും ജീവിതശൈലിയിലുമാണോ അതിന്റെ താക്കോലിരിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.